ഹായ് ഓൾ. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആരി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ച്, അതായത് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. കുറച്ച് പതുക്കെ ആണെങ്കിൽ പോലും നിങ്ങളെല്ലാവരും ക്ലിയർ ആയിട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി സമയം എടുത്താണെങ്കിൽ പോലും നമ്മൾ ബേസിക് സ്റ്റിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് എല്ലാ സ്റ്റിച്ചും ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയിൻ സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിയുള്ള സ്റ്റിച്ചുകളെല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പം നമുക്കിന്ന് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മളിന്ന് ഇവിടെ ബ്ലാക്ക് കളർ ത്രെഡ്, ഇത് ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബ്ലാക്ക് ത്രെഡ് എടുത്ത് ഇതിനകത്ത് ഇത് നമ്മുടെ മിഷൻ ത്രെഡാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മിഷൻ ത്രെഡ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ടുലിപ്പിൻ്റെ 14 സൈസിൻ്റെ നീഡിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി ഈ ത്രെഡ് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഈ ത്രെഡ് എടുക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഫിംഗറിൽ നമ്മുടെ 3 ഫിംഗറിൽ ഈ സെൻറ്റർ ഫിംഗറിൽ ഇതുപോലെ ഒരു 1-2 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുക്കണം. 3 പ്രാവശ്യം ചുറ്റിയതിന് ശേഷം അതിനെ ഇങ്ങനെ എടുത്ത് ഇതുപോലെ കെട്ടിടണം. അതായത് ലോക്ക് ഇടണം. ലോക്ക് ഇട്ട് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കണം ലോക്ക്. ഇതിന് ശേഷം നമ്മുടെ ഈ 3 ഫിംഗറിൽ മിഡിൽ ഫിംഗറിൽ ഈ ത്രെഡ് വെച്ചതിന് ശേഷം നമ്മുടെ തമ്പ് വെച്ച് ഇതിനെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്ത് ഇത് ഈ ഫിംഗറിൻ്റെ മുകളിലൂടെ ഇട്ട് താഴെ കൂടെ വന്ന് ഈ ഫിംഗറുമായിട്ട് നമ്മൾ ലോക്ക് ചെയ്തിങ്ങനെ പിടിക്കണം. അപ്പം നമ്മൾ ഈ നീഡിൽ വെച്ചിട്ട് ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കാൻ പറ്റണം. ഇതുപോലെ ഹുക്ക് ചെയ്യും. ഇതിങ്ങനെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ ഹുക്ക് ചെയ്യാൻ പറ്റണം. നല്ല ടൈറ്റിൽ ഇത് പിടിക്കുക. നമുക്കിനി അടുത്തത് ഈ നീഡിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ നീഡിൽ ആദ്യം നമ്മുടെ ഈ 3 വിരൽ ഇങ്ങനെ വയ്ക്കുക. അതിന് ശേഷം നമ്മുടെ ഈ തമ്പ് വെച്ചിതിനെ ലോക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യണം. റൊട്ടേറ്റ് ചെയ്യുമ്പം നമുക്ക് നമ്മുടെ ഈ ടിപ്പ് ഭാഗം എപ്പോഴും നമ്മൾ ചെയ്യാൻ നേരത്ത് ടിപ്പ് നമ്മൾ ചെയ്യുന്ന ഭാഗത്തോട്ട് വേണം ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പം നമുക്കിത് റൊട്ടേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതെങ്ങനെയാണ് അടിഭാഗത്ത് ആദ്യം നമുക്ക് താഴ്ഭാഗം ചെയ്ത് നോക്കാം. അതിനുശേഷം മുകളിൽ ചെയ്യാം. അപ്പം ആദ്യം താഴ്ഭാഗത്ത് എങ്ങനെയാണ് ഈ ലൂപ്പ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഇതിൽ ലൂപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് മുകളിൽ നിന്ന് ഇതുപോലെ ഫിംഗർ ഇതുപോലെ പിടിച്ചതിന് ശേഷം മുകളിൽ നിന്ന് ഈ ലൂപ്പ് ഇങ്ങനെ മുകളിലോട്ടെടുക്കും. എടുത്തതിന് ശേഷം ഇതിനെ ഇങ്ങനെ വിട്ടുകൊടുത്ത് ഇതിനെ വലിച്ച് നമ്മൾ ടൈറ്റ് ചെയ്തതിന് ശേഷം ഈ ലൂപ്പ് മുകളിലോട്ട് വന്നു. ഇനി നമുക്ക് മുകൾ ഭാഗത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. മുകൾ ഭാഗത്ത് ഇതുപോലെ ലൂപ്പ് വന്നു. അതിനെ നമ്മൾ വീണ്ടും ഈ ലൂപ്പ് താഴോട്ടിങ്ങനെ കുത്തിയിറക്കിയതിന് ശേഷം നമുക്ക് അടിഭാഗത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ ഇതിനെ ഇതുപോലെ ലൂപ്പ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ലൂപ്പ് ചെയ്ത് ഇതിനെ മുകളിലോട്ടെടുത്ത് താഴ്ഭാഗത്ത് ഇതുപോലെ നമ്മൾ ലൂപ്പ് ചെയ്തിങ്ങനെ മുകളിലോട്ടെടുക്കും. വീണ്ടും അതുപോലെ ഇവിടുന്ന് താഴെ കുത്തും. ഇതിങ്ങനെ ലൂപ്പ് ചെയ്യും, മുകളിലോട്ടെടുക്കും. വീണ്ടും നമ്മൾ കുത്തും, ഇങ്ങനെ ലൂപ്പ് ചെയ്യും, മുകളിലോട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. മുകൾ ഭാഗത്ത് എങ്ങനെയാണ് സ്റ്റിച്ച് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ എടുത്തു.
ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ മൂന്ന് ഫിംഗറിൽ ഇങ്ങനെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലൂപ്പ് എടുക്കാൻ നേരത്ത് ഇതിനെ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പിടിക്കുക. നമ്മൾ ഏത് ഭാഗത്തോട്ടാണ് ചെയ്യുന്നത് ആ ഭാഗത്തോട്ട് നീലിനെ തിരിച്ച് പിടിക്കണം. അതുപോലെ ഒരേ ഡിസ്റ്റൻസിൽ വേണം എടുക്കാൻ എന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്കിതാ ഇതുപോലെ കുത്തുക, അടിയിൽ നിന്ന് ലൂപ്പ് ചെയ്യുക, വീണ്ടും എടുക്കുക, ലൂപ്പ് ചെയ്യുക, എടുക്കുക. കണ്ടോ? ഇതുപോലെ നമ്മൾ എങ്ങോട്ടാണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ഇതിനെ കൊടുക്കുക. ഇതുപോലെ ഒരു ലൂപ്പിനകത്ത് കണക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കണക്ട് ചെയ്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടി. ഇതുപോലെ പതുക്കെ, നല്ല പതുക്കെ ആണെങ്കിൽ പോലും നിങ്ങൾ നല്ല നീറ്റായിട്ട് വൃത്തിക്ക് വേണം ഇത് ചെയ്യാൻ വേണ്ടി. നമ്മളിത് പിടിക്കും. ഇതുപോലെ നല്ല